പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്ര ഉത്സവം ആറാട്ട് മഹോത്സവത്തോടെ സമാപിച്ചു. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ട് മഹോത്സവത്തോടെ ഭക്തി സാന്ദ്രമായി പര്യവസാനിച്ചു. മാർച്ച് 3 തുടങ്ങിയ മഹോത്സവമാണ് 14 ആറാട്ട് മഹോത്സവത്തോടെ സമാപിച്ചത്. ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി പുലർച്ചെ 7:05 കൂട്ടവിടിയും തുടർന്ന് ശ്രീബലിയും പറയെടുപ്പും നടന്നു. വൈകിട്ട് 4:30 മുതലായിരുന്നു പകൽപൂരം. പകൽപൂരത്തിന്റെ ഭാഗമായി മേജർ സെറ്റ് പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു. പല്ലാവൂർ ശ്രീധരന്മാരും സംഘവുമാണ് മേജർ സെറ്റ് പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകിയത്. ജൌഷൽ ബാബുവും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളവും ഏറെ ഹൃദ്യമായിരുന്നു. പാലക്കാട് ബാലസുബ്രഹ്മണ്യം പല്ലശനയുടെ സ്പെഷ്യൽ നാദസ്വരം കൂടുതൽ മിഴിവേകി. വൈകിട്ട് 5:30 നടപ്പന്തലിൽ കോലാട്ടം അരങ്ങേറി. 6:30 ക്ഷേത്ര മൈതാനത്ത് ചാക്യാർകൂത്തും നടന്നു. രാത്രി 8 ഹൈസ്കൂൾ മൈതാനത്ത് കൊച്ചിൻ തരംഗിന്റെ മെഗാ ഷോ അരങ്ങേറി. രാത്രി 8 മണിക്ക് ക്ഷേത്ര മൈതാനത്ത് സംഗീത കച്ചേരി അരങ്ങേറി. പട്ടണക്കാട് സ്വരാജും സംഘവും ആണ് സംഗീത കച്ചേരിക്ക് നേതൃത്വം നൽകിയത്. രാത്രി 9 ദീപാരാധനയും തുടർന്ന് കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരുന്നു. സ്വർണ്ണക്കുംഭത്തിൽ കാണിക്കയിടയിൽ പ്രധാനമായിരുന്നു. രാത്രി 9:15 ശ്രീ ഭവാനീശ്വരന് പുഷ്പാഭിഷേകവും രാത്രി 1 മണിക്ക് ആറാട്ടിന് പുറപ്പാടുമായിരുന്നു. അഴകിയകാവ് ക്ഷേത്രത്തിൽ ആറാട്ട് കഴിഞ്ഞ് പഞ്ചവാദ്യം, ചെണ്ടമേളം, സ്പെഷ്യൽ നാദസ്വരം എന്നീ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് തിരിച്ചെഴുന്നള്ളിപ്പുണ്ടായിരുന്നത്. വൈകിട്ട് 4:30 മുതൽ ആറാട്ട് എതിരേൽപ്പ് പറയും നടന്നു. ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ഈ വർഷത്തെ പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ മഹോത്സവം ആറാട്ട് മഹോത്സവ ദിനമായി ഇന്നത്തെ പരിപാടികളോടുകൂടി പൂർണ്ണമാവുകയാണ്. നാളെ നേരം വെളുത്ത് കൊടിയിറക്കുന്നതോടുകൂടി 12 ദിവസം നീണ്ടുനിന്ന ഉത്സവ പരിപാടി പൂർണ്ണമാവുകയാണ്. കൊടിയേറ്റ് ദിനം 4-ാം തീയതി ആണ് കൊടിയേറിയെങ്കിൽ പോലും ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിൽ ഒരു ദിവസം മുമ്പേ ധ്വജപ്രതിഷ്ഠാ മഹോത്സവം കൂടിയുള്ളതിനാൽ 12 ദിവസത്തെ ഉത്സവമാണ് യഥാർത്ഥത്തിൽ ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഏതായാലും അതിന്റെ ആരംഭം മുതൽ ഇപ്പോൾ ആറാട്ട് മഹോത്സവ ദിനം വരെ വന്നെത്തി നിൽക്കുമ്പോൾ പൂർവാധികം ഭംഗിയായി തന്നെ ഇന്നേ ദിവസം വരെ ക്ഷേത്രോത്സവം കൊണ്ടാടുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഈ ദേശവാസികളുടെ എല്ലാവരുടെയും, അത് ജാതി മത ഭേദമന്യേ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സഹകരണവും പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്ര ഭംഗിയായി, ഒരു പ്രശ്നവുമില്ലാതെ ഭംഗിയായി ഉത്സവം കൊണ്ടാടുവാൻ വേണ്ടി സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.